എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാരണങ്ങളാൽ സമ്മർദ്ദത്തിലായി പോകാറുണ്ട്. ജോലിയുടെ ഭാരം, പഠനത്തിലെ വെല്ലുവിളികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ താളപ്പിഴകൾ, ഇങ്ങനെ പലതും നമ്മളെ വിഷമിപ്പിച്ചേക്കാം. എന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ നിമിഷങ്ങളും വേദനകളും ശാശ്വതമല്ല, എല്ലാം താൽക്കാലികമാണ്. ഈ ചിന്ത എങ്ങനെ നമ്മുടെ മനസ്സിന് സമാധാനം നൽകും? സന്തോഷം മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതം ആർക്കുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ദുഃഖം മാത്രം നിലനിൽക്കുന്ന ജീവിതവും ഉണ്ടാകില്ല. ജീവിതം ഒരു നദി പോലെയാണ്. ചിലപ്പോൾ ശാന്തമായി ഒഴുകും, മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റിൽ അല തല്ലുന്നത് പോലെ ആയിരിക്കാം. ഈ മാറ്റങ്ങൾ പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഓർക്കുക, ഇതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. സൂര്യനുദിച്ചാൽ ഇരുട്ട് മാറുന്നത് പോലെ ഈ അവസ്ഥയും മാറും. അതുകൊണ്ട് നല്ല കാലത്ത് അഹങ്കരിക്കാതിരിക്കുക, മോശം കാലത്ത് തളരാതിരിക്കുക. മോശം അനുഭവങ്ങളെ പാഠങ്ങളായി മാത്രം കാണുക. സമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചിന്തകളാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് നമ്മൾ വേവലാതിപ്പെടും. എന്നാൽ ഭൂതകാലം ഒരു പാഠപുസ്തകമാണ്, ഭാവി ഒരു രഹസ്യവും. ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പരിശീലിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ മനഃപൂർവ്വം ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയാൽ എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ചോദിക്കുക. ഓരോ പ്രതിസന്ധിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു വിഷമഘട്ടത്തെ നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തുള്ളവരായി മാറും. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു വെല്ലുവിളിയായി കാണുക, അല്ലാതെ ഒരു ഭാരമായിട്ടല്ല. ഓരോ പരാജയവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. ഒരു കായിക താരം പരാജയപ്പെടുമ്പോൾ അടുത്ത കളിയിൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ വേദനയോടെ ഓർക്കുന്ന പല കാര്യങ്ങളും നാളെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഓർമ്മിച്ചേക്കാം. കാരണം ആ അനുഭവമാണ് നിങ്ങളെ ഈ നിലയിലെത്തിച്ചത്. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ജോലി, അങ്ങനെ നന്ദിയുള്ളവനാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് നന്ദിയുള്ള 5 കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാം. നന്ദിയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളെല്ലാം ചെറുതായി തന്നെ തോന്നും. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറ്റം, കാലാവസ്ഥ, ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇവയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് വെറുതെയാണ്. നിങ്ങളുടെ ഊർജം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, ഒരു പരീക്ഷയുടെ ഫലം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നന്നായി പ്രവർത്തിക്കുക. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക. ഓർക്കുക, ജീവിതത്തിൽ എല്ലാം താൽക്കാലികമാണ്. സന്തോഷം, ദുഃഖം, വിജയം, പരാജയം എല്ലാം കടന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഈ സത്യം പഠിപ്പിക്കുക. എല്ലാ പ്രതിസന്ധിയിലും അത് മനസ്സിലോർക്കുക. നിങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതിനാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക, നന്ദിയുള്ളവനായിരിക്കുക, ശക്തമായി മുന്നോട്ട് പോകുക. കാരണം ഈ ഒരു മോശം അവസ്ഥയും കടന്നു പോകും.